ഇതാ ഈ പമ്പിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി കേട്ടോ. ഫുള്ള് കോട വന്നിട്ട് ഒരു രക്ഷയില്ല. ഇന്നലെ സന്ധ്യക്ക് ഇവിടെ വന്ന് എണ്ണയടിച്ച് ഈ പമ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ. ബീഹാറിൽ നിന്നുള്ള കുറച്ച് ഭായിമാരായിരുന്നു ഇവിടെ ഉണ്ടായത്. അപ്പോൾ അവർ ഹീറ്റർ കാര്യങ്ങളൊക്കെ തന്ന് കുറേ സമയം ഇവിടെ ചൂടൊക്കെ കൊണ്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പിന്നെ സമയം കളഞ്ഞു. പിന്നെ ഇപ്പോൾ രാവിലെ ഫ്രഷെല്ലായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ എയറെല്ലാം നൊപ്പിക്കുക കേട്ടോ. എയർ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടയറിൽ. എവിടെയോ ഒരു ചെറിയ പഞ്ചറുണ്ടോ സംശയമുണ്ട്. ഇതുവരെ എനിക്ക് ട്രിപ്പിൽ പഞ്ചർ കിട്ടിയിട്ടില്ല കേട്ടോ. 2 വർഷം 2 വണ്ടിയും കൊണ്ട് തണ്ടിയിട്ടും എനിക്ക് ഇതുവരെ പഞ്ചർ കിട്ടിയിട്ടില്ല. ഇത് ചെറിയൊരു പഞ്ചറാണെന്ന് സംശയമുണ്ട്. എയർ നല്ലോണം കുറഞ്ഞ ഒരു ടയറിന് മാത്രം. എവിടെയോ ചെറിയൊരു പഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു സ്പോട്ട് പിടിക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് വേറെ അധികം ഒന്നും കറങ്ങിയൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ സൈഡാക്കി ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഇനിയിപ്പോൾ ഒരു അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇവിടെ ജസ്റ്റ് ഒരു വാലി ഉണ്ട് കാണാൻ. ആ വാലിയിലേക്ക് പോകുന്നത്. വാലിയിൽ പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്ത് നോക്കാം. ഇന്ന് അവിടെ ടെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. ഞാൻ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയാണ്. ഇതൊക്കെ വാലി പോലെ തന്നെയാണ് കേട്ടോ. ഫുൾ പച്ചപ്പാണ് ചുറ്റും. അടിപൊളിയാണ്. മേഘാലയ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് വാട്ടർഫാൾസ്, ഒരുപാട് ഇതുപോലെയുള്ള പുൽമേടുകളും എല്ലാം എവിടെ നോക്കിയാലും അടിപൊളിയാണ്. ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി സൈഡാക്കിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ. ഇതുപോലെയുള്ള മലകൾ നമുക്ക് എവിടെ പോകണോ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. തണുപ്പ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. തണുപ്പ് സഹിക്കണം. അതാണ് ആകെയുള്ളൊരു ഇത് കേട്ടോ. നമ്മുടെ മൂന്നാറൊക്കെ പോലെയാണ്. നമ്മൾ അടുത്ത സ്പോട്ട് എത്തി കേട്ടോ. ഡാർലിംഗ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിലേക്ക് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സീനറി കിട്ടുന്ന ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. കൊള്ളാം കേട്ടോ. ரொம்ப ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു ഫോറസ്റ്റിലേക്ക് കൂടെ പോകുന്ന വൈബ് ഉണ്ട് കേട്ടോ. ഫുൾ കാട് തന്നെയാണ്, പക്ഷെ നടക്കാനൊരു സ്ഥലങ്ങളാക്കിയിട്ടുണ്ട്. താഴെയുള്ള ഈ വാലീൻ്റെ വ്യൂ ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ നല്ലൊരു രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കണ്ട സെയിം സംഭവം. നമ്മൾ താഴെന്നാണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ശേഷം മുകളിൽ കയറുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്ന് കാണാമെന്ന് മാത്രം കേട്ടോ. നല്ല പക്ഷെ ഒരു ഭംഗിയുണ്ട്. ഒരു ഗ്രീനറി കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു പാലക്കാടൻ ഗ്രാമഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെയാണ് ഫുള്ള് നെല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. ആ ഒരു വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മളിതാ വേറൊരു വാലിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഏതൊരു വാലി എന്നൊന്നും അറിയില്ല. നമ്മൾ വെറുതെ ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് പോവാം കേട്ടോ. പോകുന്ന വഴിയെല്ലാം നല്ല രസമുണ്ട്. പക്ഷേ പിന്നെ അടുത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ലൊരു വാലി ആണെങ്കിൽ നമുക്ക് ക്യാമ്പിങ് പരിപാടിയൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പോകുന്നത്. ഇത് ശരിക്കും നമ്മളെ പാലക്കാടെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ പോലെ പോകുന്ന ആ ഒരു സെയിം ഒരു ഫീൽ തന്നെ കേട്ടോ. സൈഡിലൊക്കെ ഫുൾ പച്ചപ്പും പിന്നെ ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒരു വൈബുണ്ട്. അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ ഒരു ഭാഗത്ത്. നമുക്ക് കേരളത്തിൽ അത്ര തണുപ്പില്ല എന്ന് മാത്രം കേട്ടോ. നമ്മള് ഇന്ന് വളരെ മൂഞ്ചൊരു സംഭവം കേട്ടോ. ഒരു വാലി നോക്കി വന്നതാണ്. ഇപ്പൊ ഉള്ളത് ഏതോ ഒരു കാട്ടുജാതിക്കാരപ്പുറം കേട്ടോ. നമ്മൾ ഏതോ കാട്ടിനുള്ളിലെത്തി. ലാസ്റ്റ് പോയി ഏതോ ഫോറസ്റ്റ്, ഒരു ഭാഷ അറിയില്ല, ഏതോ ഒരു ഫോറസ്റ്റിനുള്ളിലെത്തി. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. കുറേ സമയം കണ്ട് ഒരു ബൊലേറോ ഉണ്ടായിരുന്നു നമ്മളെ മുമ്പിൽ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓഫ് റോഡ് അടിച്ചടിച്ച് ഏടിയോ എത്തി. കാട് കഴിഞ്ഞ് വേറെ ചെറിയൊരു ഗ്രാമത്തിൽ അവസ്ഥ. ഒരു മുളയെടുക്കാൻ വേണ്ടി കാട്ടിൽ വന്ന ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അതാണ് ആകെയുള്ള ഒരു വണ്ടി കണ്ടത്. ഞാൻ കാണിച്ചു തരാം. വണ്ടി കണ്ട ഏതോ ഒരു കാടാട്ടാ. കാട് എന്നെല്ലാം പറഞ്ഞാല് ഫുൾ ഓഫ് റോഡ് ഒന്നും പറയണ്ട. മറ്റേ
ജീപ്പിലെല്ലാം റോഡും വണ്ടിയല്ലേടാ. ഒരു ജീപ്പ് പോകുന്നതാണ് നമുക്ക്. വൈകിട്ട് മെല്ലെ പോകുന്ന കേട്ടോ. നല്ലോണം സ്ലിപ്പാകുന്നുണ്ട്, ചെളിയാന്ന്, മഴക്കാലല്ലേ. ജീപ്പാണ് മണ്ണെണ്ണ അയച്ചാൽ പോകുന്നത്, ഫുള്ള് പുകയാണ്. അവൻ പോവാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. അവൻ കയറി പോട്ട്. അവൻ കയറി കൊതുകൊന്നും കടിക്കൂല. ജീപ്പിനാണെങ്കിൽ നല്ല പുകയാ. ഫുള്ള് മുളയും കൊണ്ട് കയറി പോകുന്ന ജീപ്പാട്ടോ. എന്തായാലും കൊള്ളാം. അയ്യോ, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതിനിടക്കാണ്. ഒന്ന് ജസ്റ്റ് ഒരു ലൊക്കേഷൻ, ഒരു വാലി കാണാൻ വേണ്ടി വന്നയാ. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഒരു രസമാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. ഏതോ ഒരു കാട്, ഇത് ഏതോ കാടാണ് കേട്ടോ. ഇതെങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് നമുക്ക് തന്നെ അറിയില്ല. കുറച്ച് ട്രൈബൽസിന്റെ അടക്കാന്ന് പോയി പെട്ടത്. അതാ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അയ്യോ അയ്യോ, 4 വീൽ ഇല്ലെങ്കിലുണ്ടല്ലോ മൂഞ്ചി പണ്ടടങ്ങുന്നില്ല സ്ഥലം സെറ്റപ്പാണ് ഇടയിലുള്ളത്. അതായത് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ എവിടെയെങ്കിലും പെടും. 4 വീല് എന്തായാലും ഇറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ഒരു 4 വീല് വണ്ടി ഏറ്റവും നല്ലതാണ്. ഭയങ്കരമായിട്ട് ഉപകരിക്കും. ഞാൻ ഇപ്പം ഇതാ പോകുന്നുണ്ട്. ഏത് കാട്ടിലാന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ ഫോറസ്റ്റിലെ മറ്റേ റൂട്ട് പോലെയാണ്. ഇങ്ങനെ വണ്ടി പോവും, നമുക്ക് ഇങ്ങനെ കയറി പോവാം. ഇത്ര തന്നെ. ഒരു വണ്ടി പോയ പാട് കണ്ടിട്ട് നമ്മൾ വിചാരിച്ചോ സ്ഥിരമായിട്ട് വണ്ടി പോകുന്ന ഏതെങ്കിലും വഴി ആയിരിക്കുന്നല്ലോ വെച്ച് വന്നയാ. അത് മുളയെടുക്കാൻ വന്ന ജീപ്പാ. വേറെ ഒരു ജീപ്പും ഇങ്ങോട്ട് വണ്ടിയൊന്നും എത്തുന്നില്ലാന്ന് തോന്നുന്നു. അതായത് കൊള്ളാം എക്സ്പീരിയൻസസ്.